ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അൽഗോരിതമാണ്. അപ്പോൾ അൽഗോരിതം ഇതിൻ്റെ ലെക്ചർ നോട്ട് ബെസ്റ്റ് ലെക്ചർ CS എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോഗിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ നമുക്ക് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, അൽഗോരിതം. അൽഗോരിതം എന്താണെന്നാണ് ഫസ്റ്റ് നോക്കുന്നത്. അപ്പോൾ ഈ അൽഗോരിതത്തിൻ്റെ വേർഡ് ഒറിജിൻ ചെയ്തിരിക്കുന്നത് അറബ് മാത്തമാറ്റീഷ്യൻ ആയിട്ടുള്ള അബു ജാഫർ മുഹമ്മദ് ഇബ്നുസ അൽ ഖുറാസ്മീൻ ആണ്. നമ്മൾ +2 കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന കുട്ടികൾ ബേസിക്കായിട്ട് പഠിക്കുന്ന ഒരു കൺസെപ്റ്റാണ്. പ്രോഗ്രാമിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റാണ് അൽഗോരിതം, ഫ്ലോ ചാർട്ട്, പിന്നെ പ്രോഗ്രാമിങ്. അപ്പോൾ അതിൽ തന്നെ ഇമേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അൽഗോരിതം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. The word algorithm is derived from the last part of his name. അപ്പോൾ അൽ ഖുറാസ്മീൻ എന്നുള്ള പേരിൽ നിന്നാണ് ഇത് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നതെന്നാണ് നമ്മൾ പറയുന്നത് പൊതുവെ. ഇൻ കമ്പ്യൂട്ടർ ടെർമിനോളജി, an algorithm may be defined as a finite sequence of instructions to solve പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടുള്ള ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ടേംസിൽ അൽഗോരിതം എന്ന് പറയുന്നത്. It is a step-by-step procedure to solve a problem where each step represents a specific task to be carried out. അതായത് നമ്മൾ പറഞ്ഞു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറാണ്. അത് ഓരോ സ്റ്റെപ്പ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ടാസ്ക് അല്ലെങ്കിൽ സ്പെസിഫിക് ടാസ്ക് എങ്ങനെ അത് സോൾവ് ചെയ്യണം എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇനി അൽഗോരിതത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഇറ്റ് ഷുഡ് ബി ബിഗിൻ വിത്ത് ഇൻസ്ട്രക്ഷൻസ് ടു ആക്സെപ്റ്റ് ഇൻപുട്സ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ഇൻപുട്സ് വഴിയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സാധാ രീതിയിൽ അൽഗോരിതം എഴുതുമ്പോൾ സ്റ്റാർട്ട് ആയിരിക്കും ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ സ്റ്റെപ്പ് 1 നമ്മൾ കൊടുക്കുക. ദെൻ നമ്മൾ സെക്കൻഡ് ആയിട്ട് കൊടുക്കുന്നത് ആക്സെപ്റ്റ് ഇൻപുട്സ് ഏതാണോ അത് ഇൻസ്ട്രക്ട് ചെയ്ത് കൊടുക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നത് യൂസ് വേരിയബിൾസ് ടു റെഫർ ദ ഡാറ്റ വേരിയബിൾസ് ആർ യൂസർ ഡിഫൈൻഡ് വർക്ക്സ് കൺസിസ്റ്റിംഗ് ഓഫ് ആൽഫബറ്റ്സ് ആൻഡ് ന്യൂമറൽസ്. നമ്മൾ ഓൾറെഡി പ്രോഗ്രാമിൽ ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ വേരിയബിൾസ് എന്ന് പറയുന്നത് ആൽഫബറ്റ്സ് ന്യൂമറൽസും ആയിട്ടുള്ളതാണ്. അങ്ങനെ യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള വേരിയബിൾസ് വേണം നമ്മളിവിടെ കൊടുക്കാനായിട്ട്. ഈച്ച് ആൻഡ് എവറി ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി പ്രിസൈസ് ആൻഡ് അൺഅംബിഷ്യസ്. അതായത് ഓരോ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ എവറി ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് പ്രിസൈസ് ആയിരിക്കണം, നല്ല പക്കയായിരിക്കണം. അതുപോലെ തന്നെ ഒരു ഡൗട്ടും തോന്നാത്ത രീതിയിലുള്ള നല്ല പക്കയായിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കണം. ഈച്ച് ഇൻസ്ട്രക്ഷൻസ് മസ്റ്റ് ബി സഫിഷ്യൻ്റ് ആയിരിക്കണം. ദ ടോട്ടൽ ടൈം ടു ക്യാരി ഔട്ട് ഓൾ സ്റ്റെപ്സ് ഇൻ ദ പ്രോഗ്രാം മസ്റ്റ് ബി ഫൈനൈറ്റ്. സോ നമുക്ക് ഇൻഫിനിറ്റ് ആയിട്ട് സ്റ്റെപ്സ് ചെയ്തെങ്കിലും പക്ഷെ നമ്മളൊരു ഫൈനൈറ്റ് ആയിട്ട് അതിനെ കൺക്ലൂഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. ഭയങ്കര ലാഗായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രോഗ്രാം സോൾവ് ചെയ്യാനായിട്ട് ഭയങ്കര ഡിസ്കംഫർട്ട് ആയിരിക്കും. സോ നമ്മൾ എന്താണ് ഫൈനൈറ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് എഴുതാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. After performing the instructions given the algorithm, the desired result must be obtained. അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വഴി നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ലാസ്റ്റ് അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു അൽഗോരിതത്തിന് 2 തരത്തിലുള്ള അപ്രോച്ചസ് ആണ് പ്രോബ്ലം സോൾവിങ്ങിലുള്ളത്. അതിൽ ഒന്നാണ് ടോപ്പ് ഡൗൺ അപ്രോച്ചും ബോട്ടം അപ്പ് അപ്രോച്ചും. 2 അപ്രോച്ചസ് ആണുള്ളത്, ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം അപ്പ് അപ്രോച്ച്. അപ്പോൾ ഈ ഒരു കേസ് ഇതിലാണ് നമ്മൾ നമ്മുടെ അൽഗോരിതം ഫ്ലോ ചാർട്ടൊക്കെ വരുന്നത്. അപ്പോൾ അതിൽ ടോപ്പ് ഡൗൺ ഡിസൈൻ എന്താണെന്ന് നോക്കാം. ദ വോൾ പ്രോഗ്രാം ഈസ് ബ്രോക്കൺ ഇൻ ടു സ്മോളർ ടാസ്ക് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ ടോപ്പ് ഡൗൺ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം, ഇതൊരു മെയിൻ പ്രോഗ്രാമാണ്. ആ മെയിൻ പ്രോഗ്രാമിനെ നമ്മൾ സബ് പ്രോഗ്രാം 1, സബ് പ്രോഗ്രാം 2, സബ് പ്രോഗ്രാം 3 എന്ന് പറഞ്ഞ് അതിനെ ഡിവൈഡ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ടോപ്പ് ഡൗൺ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സം ഓഫ് ദീസ് ടാസ്ക് ഫർദർ സബ് ഡിവൈഡ് ചെയ്ത് പോകുന്നു. ഇനി കോംപ്ലക്സ് പ്രോബ്ലം ക്യാൻ ബി സോൾവ് ബൈ ബ്രേക്കിംഗ് ഇറ്റ് ഡൗൺ ഇൻ ടു ഡിഫറെൻറ്റ് ടാസ്ക് ആൻഡ് സോൾവിങ് ഈച്ച് ടാസ്ക് ബൈ പെർഫോമിംഗ് സിംപ്ലർ ആക്ടിവിറ്റീസ്. ദിസ് കൺസെപ്റ്റ് ഈസ് നോൺ ആസ് ടോപ്പ് ഡൗൺ ഡിസൈൻ. ഓക്കെ, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ബ്രേക്കിംഗ് ദ പ്രോബ്ലം ബ്രേക്ക് ചെയ്ത് ഇൻ ടു പാർട്സ് ഹെൽപ്പ് അസ് ടു ക്ലാരിഫൈ വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഈച്ച് പാർട്ട്. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഓരോന്നും എന്താണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അറ്റ് ഈ സ്റ്റെപ്പ് ഓഫ് റിഫൈൻമെൻറ്റ് ദ ന്യൂ പാർട്സ് ബിക്കം ലെസ് കോംപ്ലിക്കേറ്റഡ്.
അപ്പോൾ നമുക്ക് ഓരോ പാർട്ടും വരുമ്പോൾ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് കുറഞ്ഞ് ഈസിയർ ആയിട്ട് നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പാർട്സ് ഓഫ് ദ സൊല്യൂഷൻ മേ ടേൺ ഔട്ട് ടു ബി റീയൂസബിൾ. നമുക്ക് റീയൂസബിൾ ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു സെക്ഷൻ സബ് വണ്ണിൽ നിന്ന് നമുക്ക് ഈ റീയൂസബിൾ ചെയ്തിട്ട് അടുത്തൊരു സെറ്റ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ്, ബ്രേക്കിംഗ് ദ പ്രോബ്ലം ഇൻ ടു പാർട്സ് അലോ മോർ ദാൻ 1 person ടു വർക്ക് ഫോർ ദ സൊല്യൂഷൻ. അപ്പോൾ എന്താണ്, ഒന്നിൽ കൂടുതൽ പേഴ്സൺസ് വർക്ക് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു റൈറ്റ് എ പ്രൊസീജിയർ ഫോർ സോൾവിങ് ടു ഫൈൻഡ് ദ സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇതിനെ പ്രൊസീജിയർ ഏതാണ്, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രൊസീജിയർ ഏതാണ്, എങ്ങനെയാണ്, എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ഓഫ് 3 നമ്പേഴ്സിൻ്റെ സമ്മും കാണണം ആവറേജും കാണണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണെന്നറിയാം, ഇൻപുട്ട് 3 നമ്പേഴ്സ് 3 ഇൻപുട്ട് ചെയ്യണമെന്നറിയാം. അതുപോലെ തന്നെ എന്താണ്, ആഡ് ദീസ് നമ്പേഴ്സ് ടു ഗെറ്റ് സം. നമുക്ക് സം കിട്ടാനായിട്ട് ആ നമ്പേഴ്സ് ആഡ് ചെയ്യുക. ദെൻ നമുക്ക് ആവറേജ് കാണണമെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് അതിനെ സമ്മിനെ ആവറേജ് ചെയ്യണം. അതായത് സം കിട്ടിയിരിക്കുന്ന ആ 3 നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ ആവറേജ് കാണണമെങ്കിൽ നമുക്കത് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇനിയോ അത് കഴിഞ്ഞ് നമുക്ക് ആ റിസൾട്ട് സമ്മും അതിൻ്റെ ആവറേജും പ്രിന്റ് ചെയ്യണം. ഇത്രയാണ് നമ്മുടെ പ്രൊസീജിയർ വരുന്നത്. ഇനി ഇതിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ അൽഗോരിതമായിട്ട് കൺവേർട്ട് ചെയ്യണമെന്നാണ് നോക്കാം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ്, അപ്പോൾ നമ്മൾ ഇപ്പോഴും അൽഗോരിതം എഴുതുമ്പോൾ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റെപ്പ് 1 ഫസ്റ്റ് സ്റ്റാർട്ട് കൊടുത്തു, സെക്കൻഡ് ഇൻപുട്ട് എക്സ് വൈ സെഡ്. അപ്പോൾ 3 വേരിയബിൾസ് ആണ്, 3 നമ്പേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സ് വൈ സെഡ് എന്നുള്ള 3 വേരിയബിൾസ് നമ്മൾ കൊടുത്തു. സ്റ്റെപ്പ് 3 നമ്മൾ കൊടുത്തു എസ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്. അപ്പോൾ ഇവിടെ ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എസും എ വി ജിയും കൂടിയും ഇൻപുട്ട് ചെയ്യണം. ഇത് ബേസിക് ആയിട്ട് എഴുതിയതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റെപ്പ് 3 എസ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്. അപ്പോൾ നമുക്ക് ഇവിടെ സം കിട്ടി. ദെൻ സ്റ്റെപ്പ് 4 നമുക്ക് എ വി ജി കാണണം, അതായത് ആവറേജ് കാണണം. അപ്പോൾ എ വി ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമുക്ക് കിട്ടിയിരിക്കുന്ന സം ഡിവൈഡഡ് ബൈ എത്ര നമ്പേഴ്സ് ആണ് ഉള്ളത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എസ് ബൈ 3 ആണ്, 3 നമ്പേഴ്സ് ആയതുകൊണ്ട്. ദെൻ പ്രിന്റ് എസ് എ വി ജി സമ്മും ആവറേജും കാണും. ഓക്കെ, അപ്പോൾ അത് രണ്ട് പ്രിന്റ് ചെയ്തു. ദെൻ സ്റ്റോപ്പ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അൽഗോരിതം. സിമ്പിൾ ആയിട്ടുള്ള അൽഗോരിതമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്.